ഡ്രീം ഇറ്റ്, ഡു ഇറ്റ്, അച്ചീവ് ഇറ്റ്. സാറ് തന്നെ പറഞ്ഞു 2002 ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമ എന്ന് പറയുന്നത് ചിരിക്കുടുക്കയാണ്. അതിനുശേഷം പിന്നീട് സാറ് ഒരു സിനിമകളും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോ ഇനി എന്നാണ് നമുക്ക് സാറിന്റെ ഒരു പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ കാണാനായിട്ട് എന്നാണ് പറ്റുക? അതിനുത്തരം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. അതായത് 2002 കഴിഞ്ഞിട്ട് 23 വർഷമായി. അതെ. ഈ 23 വർഷം കൊണ്ട് ഞാൻ ഇടയ്ക്ക് വന്ന ആ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലും എൻ്റെ ബിസിനസ് ഏരിയയിലും വന്ന ആ ഒരു വീഴ്ച മുഴുവൻ ഞാൻ വളരെ സന്തോഷത്തോടെ ഫേസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു, ധൈര്യം എനിക്കുണ്ട്. ആ സന്തോഷം ഞാൻ ഇന്ന് നിലനിർത്തി പോകുന്നു. തീർച്ചയായും തോന്നുന്നില്ല? മുഖം കണ്ട തീർച്ചയായും ആ സന്തോഷം ഇനി നയനായിട്ട് കളയണോ? അല്ല, ഇന്നത്തെ ഒരു കണ്ടീഷനിൽ സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഇതിനപ്പുറം ടെൻഷൻ പിടിച്ചൊരു പണിയില്ല. അന്നത്തെ സിനിമ മേക്കിംഗ് അല്ല ഇന്ന്. അന്ന് ലക്ഷങ്ങളാണെങ്കിൽ ഇന്ന് കോടികളാണ്. അന്ന് ലാഭം അങ്ങനെ എപ്പോഴും ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ഒരു സിനിമയ്ക്ക് അന്നും 20% സിനിമയെ ഒരു വർഷം സക്സസ്ഫുൾ ആവുന്നു. അതേപോലെ തന്നെ ഇന്നും അറൗണ്ട് ഒരു 10 to 15 അല്ലെങ്കിൽ 20% വരെ സിനിമ സക്സസ്ഫുൾ ആവും. അപ്പോൾ 80% നഷ്ടം വരുന്ന ഈ ഒരു മേഖലയിലോട്ട് ഞാൻ വീണ്ടും വന്ന് പെടണമെങ്കിൽ ഞാൻ ഒരു മരമണ്ടനായിരിക്കണം. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, കുറേ മണ്ടത്തരം നേരത്തെ കാണിച്ചിട്ടുണ്ട്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഇമ്മീഡിയറ്റ്ലി ഞാനൊന്ന് പ്ലാൻ ചെയ്യുന്നില്ല. അപ്പൊ സാർ അഭിനയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണോ സാറിന്റെ പ്ലാൻ? അതെ, ഞാൻ പറഞ്ഞല്ലോ. അതായത് അഭിനയം എന്ന് പറയുന്ന മേഖലയിൽ ഞാനൊരു ആസ് ആൻ ആക്ടർ വരുമ്പോഴേക്കും എനിക്ക് എപ്പോഴും സന്തോഷകരമായ ഒരു മേഖലയായിട്ട് തോന്നിയിട്ടുണ്ട്. രാവിലെ നമ്മൾ റെഡിയായി നിൽക്കുക, നമ്മൾ ലൊക്കേഷനിൽ പോവുക, അവിടെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും പ്രൊഡ്യൂസർ ഒരുക്കി തരും. അത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരു വർക്ക് കഴിഞ്ഞാൽ സന്തോഷമായിട്ട് തിരിച്ച് മുറി വരിക, അവർ തരുന്ന ഫെസിലിറ്റി തന്നെ വന്ന് കിടന്നുറങ്ങുക, അടുത്ത ദിവസം വീണ്ടും പോവുക. മാത്രമല്ല, ഇത് നമുക്ക് വെറൈറ്റി ലൊക്കേഷൻസ് ആണ്. എപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു മൊണോട്ടണിയും വരുന്നില്ല. ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഏറ്റവും സുഖമുള്ള ഒരു പണിയായിട്ടാണ് ഞാൻ അഭിനയത്തിനെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഓഡിയൻസിനോട് ഞാൻ പറയാം, അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിവും കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ അഭിനയം അത്ര എളുപ്പമെന്ന് ഞാൻ പറയൂ. ഇല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ബബ്ബ അടിക്കുന്ന എത്രയോ പേര് നമുക്കറിയാം. ഞാനും തുടക്കത്തിൽ കുറേ അടിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അതൊരു എക്സ്പീരിയൻസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കൊണ്ട് അത് മാറ്റിയിടാൻ എനിക്ക് സാധിച്ചു. പക്ഷെ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാനിപ്പോൾ സീരിയൽ 2 വർഷമായിട്ട് ചെയ്യുന്നില്ല, സിനിമ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ നേരത്തെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞല്ലോ, കുറേ അനേകം നല്ല നല്ല വേഷങ്ങൾ എന്നെ തേടി വരുന്നുണ്ട്. ഞാൻ അതിനിടയ്ക്ക് അത് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞേക്കാം, എനിക്കിപ്പോൾ കഴിഞ്ഞ ഈ കുറച്ച് നാളായിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തതിൽ ഏറ്റവും സുപ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന ഒന്ന്, ഞാൻ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു മുഖച്ഛായൊന്നും തോന്നില്ല. അതെ, തീർച്ചയായും. അത് ഞാൻ താടിയൊക്കെ വളർത്തി, ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് മുടിയൊക്കെ ഒരു പറ്റ വെട്ടി, അതിനുവേണ്ടി 1 മാസത്തോളം ഞാൻ അതിനു വേണ്ടി ആ ക്യാരക്ടറിന് വേണ്ടി ഒരു ടൈം മാറ്റി അത്രയും എഫേർട്ട് എടുത്ത് ലൊക്കേഷനിൽ പോയി. 33-ാമത്തെ വയസ്സ് മുതൽ 73-ാമത്തെ വയസ്സിൽ അദ്ദേഹം സമാധിയാകുന്നത് വരെ വിവിധ മേക്കപ്പിൽ വിവിധ വേഷത്തിൽ അഭിനയിക്കാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പം അതൊരു വളരെ സുപ്രധാന ചേഞ്ചാണ് എൻ്റെ ലൈഫിൽ. എൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത്, ഈ അടുത്ത കാലത്ത് എന്നെ ഒരു പാൻ ഇന്ത്യ ഫിലിം, എൻ്റെ പേരെന്ന് പറയുന്നത് വന്ദേ ഭാരത് എന്നാണ്. ആ സിനിമയിൽ എന്നെ തേടി വന്ന കഥാപാത്രം എന്ന് പറയുന്നത്, അത് വീണ്ടും എൻ്റെ മുഖത്തിൻ്റെ ലുക്ക് കൊണ്ടും ഞാൻ കണ്ണട മാറ്റിക്കഴിഞ്ഞാൽ വേറൊരു വ്യക്തിയായിട്ട് മാറും. വേറെ ആരുമല്ല, സുഭാഷ് ചന്ദ്രബോസ്. അങ്ങനെ അതിന് പിന്നെ എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, ഹിന്ദി നന്നായിട്ട് അറിയാം. ഈ കഥാപാത്രം സംസാരിക്കുന്നത് ഈ 2 ലാംഗ്വേജസാണ്. ഇത് കംപ്ലീറ്റ് ഓൾ ഇന്ത്യ ബേസിസിൽ 5 ലാംഗ്വേജിൽ എടുക്കുന്ന ഒരു പടത്തിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. ഇപ്പോൾ ഇനി ബാക്കി നടക്കാൻ പോകുന്നതിൻ്റെ 2nd, 3rd ഷെഡ്യൂൾസ് എല്ലാം പല പല സ്ഥലങ്ങളിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഈ 2 ചിത്രങ്ങൾ എനിക്ക് ഏറ്റവും വലിയ ഒരു ആകാംക്ഷയോടെ ഞാൻ നോക്കി നിൽക്കുന്നതും ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ കൂടാതെ ഞാൻ ഇതുകൂടെ എടുത്തു പറഞ്ഞില്ലെങ്കിൽ ഞാൻ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറി. അതായത് മോഹൻലാലിൻ്റെ അച്ഛൻ്റെ വേഷം ചെയ്യാൻ എനിക്ക് 5 വർഷം മുമ്പ് ഭാഗ്യം കിട്ടി. മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ലാലിൻ്റെ അച്ഛനായിട്ട് ആ സിനിമയുടെ പേര് പറയുകയാണെങ്കിൽ നമ്മുടെ അന്തരിച്ചു പോയ സിദ്ദിഖ് ഡയറക്ട് ചെയ്ത ബിഗ് ബ്രദർ എന്ന് പറയുന്ന പടത്തിൽ മോഹൻലാലിൻ്റെ അച്ഛൻ്റെ വേഷം. പിന്നീട് ഏറ്റവും എന്നെ ശ്രദ്ധിച്ച ആൾക്കാർ എന്നെ വെറുത്തുപോയ ഒരു പടം ഉണ്ടായിരുന്നു,
ജനകൻ എന്നൊരു പടം ഞാൻ അതെ, ഞാനത് ചോദിക്കാനായിട്ട് വരുമായിരുന്നു. അദ്ദേഹം എന്നെ വെറുക്കരുത്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ എന്നോട് പറയുക, നീ എന്തിനാ ഇത്ര വൃത്തിയായിട്ട് വേഷമൊക്കെ ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ കുറെ നല്ല സീരിയൽ ചെയ്തുകൊണ്ട്, നല്ല അച്ഛനായതുകൊണ്ട് അത് കാലക്രമേണ ആൾക്കാരത് മറന്നു തുടങ്ങി. പക്ഷെ ഞാൻ എന്നും പറയുന്നത് എന്നറിയാമോ, നമ്മുടെ ഒരു അഭിനേതാവ് എന്ന രീതിയിൽ ഒരു ടൈപ്പ് വേഷം മാത്രം ചെയ്യാൻ പാടില്ല. ഇപ്പൊ അതിന് സ്ഥിരം എനിക്ക് പോലീസ് വേഷം ചോദിച്ചാന്ന് പറഞ്ഞാൽ പോലീസ് മാത്രമായാലും എങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി ഒരു തീരുമാനം എടുത്തു, വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം വ്യത്യസ്തമായ വേഷങ്ങളാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു വില്ലൻ വേഷം കിട്ടിയത്. ഞാൻ കുറെ സിനിമയിൽ വില്ലൻ ചെയ്തു. വില്ലനൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഇറങ്ങും കേട്ടോ, പക്ഷെ കുറച്ച് കൂടിപ്പോയി കേട്ടോ എന്ന് പറയും. അപ്പൊ നമുക്ക് നന്നായിട്ട് ആ വേഷം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഞാൻ ഈ നേരത്തെ എന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞല്ലോ, ഒരു 25 വർഷം മുമ്പ് അഭിനയത്തിന്റെ ABCD അറിയാതിരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പൊ ആൾക്കാരുടെ ഒരു റെക്കഗ്നിഷൻ പറയുന്നതും ആൾക്കാർ പറയുന്നത് അയ്യോ നല്ലതാട്ടോ. പിന്നെ എന്നെ പറ്റി, എന്റെ വോയിസിനെ പറ്റി ആൾക്കാർ ഭയങ്കര അപ്രീസിയേഷൻ പറയാറ്. ഇതൊന്നും എന്റെ കഴിവല്ല, ഇതൊക്കെ ഗോഡ് ഗിവൺ ഗിഫ്റ്റാണ്. നമ്മള് ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്നത് ദൈവത്തിന്റെ ഒരു ദൈവ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതെ അതെ. അതുപോലെ തന്നെ സർ, ഇത്രയും സിനിമ ഫീൽഡിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് ഒരു ഔട്ട് ഓഫ് സിനിമയുടെ കാര്യമാണ് ചോദിക്കുന്നത്. ഔട്ട് ഓഫ് സിനിമ എന്ന് പറയാനും പറ്റില്ല, കാരണം ഇപ്പോ റീസെന്റ് ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ് ഡ്രഗ്സ് യൂസേജ്. അതെ അതെ, അതാണ് ചോദിച്ചു വന്നത്. സാറിന് അതിനെപ്പറ്റി എന്താണ് പറയാൻ? കാര്യം പറയട്ടെ, ഈ ലഹരി ഡ്രഗ്സ് എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പൊ നമുക്ക് ഡ്രഗ്സ് എന്ന് പറയുമ്പോഴേക്കും അതിന് ഈ MDMA അല്ലെങ്കിൽ കഞ്ചാവ് എന്നതിന്റെ ഒരു =, എന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഡിക്ഷണറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഡ്രഗ്സ്? ഡ്രഗ്സ് സ്റ്റാർട്ട്സ് ഫ്രം ഈവൻ ആൽക്കഹോൾ. ആൽക്കഹോൾ ഈസ് ഓൾസോ എ ഡ്രഗ്. ഞാനൊക്കെ സിനിമ നിർമ്മിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് ലൊക്കേഷനിൽ വന്നിരുന്ന നടീനടന്മാരിൽ കുറെ പേര് മദ്യപിച്ചിരുന്നു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം സീനിയർ ആയിട്ടുള്ള നടന്മാരാണ്. അവരൊക്കെ ഇപ്പോൾ പലരും ജീവിച്ചു വരിപ്പില്ല, അവരെ പറ്റി പറയുന്നത് മോശമാണ്. അപ്പോൾ അവർ മദ്യപിച്ചിട്ട് വന്നിരുന്നു. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ ഡ്രഗ് ആയിരുന്ന ആൽക്കഹോൾ ലൊക്കേഷൻ ഉപയോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഇന്ന് അതിൻ്റെ തോത് മാറി, ഇന്ന് അതിൻ്റെ വേറെ രീതി മാറി. ഇന്ന് കാരവാൻ സൗകര്യങ്ങളുണ്ട്, കാരവാനകത്ത് പോയിരുന്നു വലിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഷൂട്ടിംഗ് ഒന്നും കൃത്യമായിട്ട് തുടങ്ങുന്നില്ല. ഷൂട്ടിംഗ് തുടങ്ങുന്നത് പണ്ടത്തെ കാലത്തൊക്കെ, ഞാനൊക്കെ ഉള്ള പ്രൊഡ്യൂസറായിരുന്ന കാലത്ത് ഞാൻ 5 മണിക്ക് എഴുന്നേക്കും, 6 മണിയാകുമ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ ഡയറക്ടറെ പോയി വിളിച്ചെണീപ്പിച്ച് അവരെയൊക്കെ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് 7 മണിക്ക് അല്ലെങ്കിൽ 7:30 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുക്കുക എന്നൊരു പതിവ് എൻ്റെതല്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഒരുമാതിരി സിനിമകളിലെ പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ, ഡയറക്ടേഴ്സ് ആവട്ടെ, എല്ലാവരും സഹകരിച്ചിരുന്നു. ആർട്ടിസ്റ്റും വരും, നേരത്തെ വരും. പക്ഷേ കാലക്രമേണ എന്ത് പറ്റി, സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് ഈ പറയുന്ന ഇത് കുറച്ച് ലാക്സായി. ഇപ്പോൾ ആൾക്കാർ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് 9 മണി 10 മണിക്ക് എത്തി മേക്കപ്പ് ഒക്കെ ചെയ്ത് തുടങ്ങി വരുമ്പോൾ തന്നെ 11 മണിയാവും. ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ പറഞ്ഞ സൗകര്യങ്ങൾ കൂടുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ദുശീലങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പൊ ആ ദുശീലങ്ങൾ എസ്പെഷ്യലി ന്യൂ ജനറേഷനിലാണല്ലോ. ഓൾഡർ ജനറേഷനൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ആരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ യങ്ങർ ജനറേഷന് ഇന്നത്തെ ഒരു ട്രെൻഡായിട്ട് അങ്ങ് മാറിയിരിക്കുകയാണ് ഇത്. പക്ഷേ തുറന്നു പറയുകയാണ്, ഇത് കടിഞ്ഞാൻ ഇടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇട്ടില്ലെങ്കിൽ ഇത് ഭാവിയിൽ ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. ഇത് സിനിമയിൽ ആൾക്കാർ എടുത്തു പറയുന്നു, പക്ഷെ സിനിമയെക്കാട്ടും കൂടി ഞാൻ പറയുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ മക്കളെ ആദ്യം നമ്മൾ നോക്കണം. കാരണം പല പല വീടുകളിൽ കുട്ടികൾ തന്നെ മദ്യമല്ല ഈ പറയുന്ന ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, പേരൻസ് അറിയുന്നില്ല. ഇതൊരു സത്യാവസ്ഥയാണ്. ഇത് അപ്രിയ സത്യം എന്നൊക്കെ പറയില്ലേ, ആ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു സാധനമാണ്. അവിടെ ലൊക്കേഷനിലോ സിനിമയിലോ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിന് നമുക്ക് ഒരു കടിഞ്ഞാനിടേണ്ട സമയം അതിക്രമിച്ചു. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. സാറ് ഒരുപാട് യാത്രകളും കാര്യങ്ങളും ഈ സിനിമയ്ക്ക് വേണ്ടിയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ വളരെയേറെ തിരക്കുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പം ഫാമിലിയും അറ്റാച്ച്മെൻറ്റും ഒക്കെ സാർ എങ്ങനെ അത് കീപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവന്നു? അത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. കാരണം എന്നറിയാമോ, അത് എനിക്ക് തോന്നുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ബാക്കി ഏത് തൊഴിലെടുത്താലും ശരി, നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് മെയിനായിട്ട് വേണം. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, മിക്ക കുടുംബങ്ങളിലും ഭാര്യ വീട്ടിലിരിക്കുന്നു, മക്കളെ നോക്കിയിരിക്കുന്നു. അവരിങ്ങനെ അച്ഛനെ പോയിരുന്നു മക്കൾ ചോദിക്കുന്നു, ഭാര്യ പറയുന്നു എവിടെയാണ് നിൻ്റെ അച്ഛൻ, എവിടെ പോയിരിക്കുക. അതൊരു നെഗറ്റീവായിട്ട് ഒരു ടോൺ വീട്ടിൽ വന്നാൽ അത് വീടിനെ ബാധിക്കും. അതേസമയം ഒരു അച്ഛനും അമ്മയും തമ്മിൽ നല്ല ഒരു വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ആ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, എടാ അച്ഛൻ നിൻ്റെ നമ്മുടെ സിനിമ ഷൂട്ടിങ്ങിന് നിൽക്കുകയല്ലേ,
അവിടെ പോയിട്ട് വരുമ്പോഴേക്കും 1 മാസം കഴിയും, തിരിച്ചു വരുമ്പോഴേക്കും ആ സിനിമയാവും എന്ന് വൈഫ് അത് പോസിറ്റീവായിട്ട് പറയുമ്പോൾ മക്കളത് പോസിറ്റീവായിട്ട് എടുക്കും. അപ്പോൾ വൈഫിൻ്റെ ആ ഒരു വൈബ് പിള്ളേരിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇതൊരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു നെസസിറ്റി എന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ആ ഈക്വേഷനാണ്. ആ ഈക്വേഷൻ ഇല്ലേ ആ കുടുംബം ലാസ്റ്റ് ചെയ്യാൻ വലിയ പാടാണ്, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു സെയിൽസ്മാൻ്റെ ഒരു ജോലിയിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തിനാ നമ്മുടെ ഒരു NRIയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് ചിലപ്പോൾ കേരളത്തിലായിരിക്കും, ഹസ്ബൻഡ് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ദുബായിലോട്ട് പോകുന്നു. അവരെ എല്ലാവരുടെയും അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് വൈഫ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ എൻ്റെ ലൈഫിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ബുദ്ധിമുട്ടൂടെ വന്നൊരു സമയത്ത് ഞാനാണെങ്കിൽ രാജകീയമായിട്ടാണ്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വയസ്സ് പറയുന്നില്ല, എന്നാൽ കുറേ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ ജനിച്ച സമയം മുതൽ രാജകീയമായിട്ട് ജനിച്ച ഒരാളാണ്. ജനിച്ച സമയം മുതൽ എൻ്റെ വീട്ടിൽ ടെലിഫോണുണ്ട്, കാറുണ്ട്, ടെലിവിഷനുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് വലിയൊരു, അന്നത്തെ കാലത്ത് ഇതാണ് ലക്ഷറി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടുവന്ന ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ ആകെപ്പാടെ എനിക്ക് ഞാൻ വരുത്തി വെച്ച ആ ഒരു കടം കാരണം 4-5 വർഷം എനിക്കൊരു താഴ്ച ഉണ്ടായി. പക്ഷെ അത് ജീവിതത്തിൽ ഞാൻ ഒന്നും ഒരു വീഴ്ചയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതെൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു മനസ്സിലാക്കി. ഇത് ആരെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഇത് സിനിമ എടുത്തു നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യയും അത് ഏറ്റുപിടിച്ചാൽ കുടുംബത്തിൽ പ്രശ്നമാവും. പക്ഷെ അത് വീട്ടിൽ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനും എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കാനും സാധിച്ചു. അത് എൻ്റെ മക്കളും അത് കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവം സഹായിച്ച് വീട്ടിൽ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. അതുപോലെ തന്നെ സർ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് കാരണം മുമ്പോട്ട് വരാനായിട്ട് മടിച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ഉപദേശമാണ് സാറിന് കൊടുക്കാനുള്ളത്? അതിന് ഉപദേശം കൊടുക്കാനായിട്ട് ഏറ്റവും യോഗ്യനായ വ്യക്തി ഞാൻ തന്നെയാണ്. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഒരു മൈക്ക് കണ്ട പേടിച്ചോടിയിരുന്ന വ്യക്തിയാണ്. പ്രസംഗിക്കാനൊരു കഴിവ് എനിക്കില്ലായിരുന്നു. ബാക്കി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കലാപരമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സാഹിത്യകരമായ ഒരു വാസനയും എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ എനിക്കില്ലായിരുന്നു. പക്ഷേ അതെല്ലാം എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഞാനത് പുറത്തെടുത്തത് വയസ്സാക്കാലത്താണെന്നുള്ളതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ തിലകൻ ചേട്ടനെ നോക്കുകയാണെങ്കിൽ, തിലകൻ ചേട്ടനെ നമ്മൾ അറിയാൻ തുടങ്ങി ഏത് പ്രായത്തിലാണ്? അതെ, തീർച്ചയായും. അങ്ങനെ അനേകം കലാകാരന്മാർ അവരവരുടെ ഒരു നല്ല പ്രായം എത്തിക്കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കഴിവ് പുറത്തെടുക്കാൻ അവർക്ക് അവസരം കിട്ടിയത്. അത് ഞങ്ങളുടെ ആ ഒരു പീരീഡിൽ. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോടാ പറയുന്നത്, ഇന്നത്തെ ജനറേഷനോട്, നിങ്ങൾ ഭാഗ്യം സിദ്ധിച്ച ഒരു ഗ്രൂപ്പാണ്. കാരണം ഇന്നത്തെ ആ ഒരു ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ചാനൽസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എത്ര ഓപ്പർച്യൂണിറ്റീസ് ആണ് തരുന്നത്. ഇപ്പൊ അന്നത്തെ ഒരു പാട്ട് പാടാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എങ്ങനെ അവർ ഈ പറഞ്ഞ സിനിമാ മേഖലയിൽ എത്തും? എത്ര പേര് എത്തി? അവർക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു. കാരണം അറിയാമോ, അവിടെ എത്തി പറ്റണമെങ്കിൽ കുറെ കടമ്പകൾ ഉണ്ടായിരുന്നു. ആരെ കാണണം, എന്ത് ചെയ്യണം, അങ്ങനെ അന്താളിച്ചു നിന്ന ഒരു ജനറേഷൻ കഴിഞ്ഞ് നിങ്ങളുടെ ജനറേഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്, ഇപ്പൊ എത്ര മ്യൂസിക്കൽ ഷോ നടക്കുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ, ശരി ഒരു ഷോയും പോണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് എടുക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു ചാനൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ റീൽസ് ഉണ്ടാക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതൊക്കെ കണ്ടിട്ടാണ് ഇന്ന് പലരെയും ഈ പറഞ്ഞ സിനിമയിൽ പോലും പിടിക്കുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് ഈ അടുത്ത കാലത്ത് പറഞ്ഞുതരാം, വാഴ എന്ന് പറഞ്ഞ സിനിമ. എത്ര പേരെ എല്ലാവർക്കും അറിയാം, പക്ഷേ എല്ലാവരും അറിയാം. അതെന്നറിയാമോ, അവരെല്ലാവരും ഈ കുറെ പേര് യൂട്യൂബേഴ്സ് ആയിരുന്നു. നമ്മളെക്കാട്ടിൽ, ഞാൻ പറയുന്നത് ഞാനൊക്കെ വഴിതെറ്റി ആക്ടറായ വ്യക്തിയാണ്, നമ്മളെക്കാട്ടിൽ എത്രയോ കഴിവുള്ളവരാണ് ഈ ചെറുപ്പക്കാർ. ഞാനൊന്നും ഈ ഒരിക്കലും ഈ രംഗത്ത് ഇത്രയും ലെവലിൽ എത്തുമെന്ന് വിചാരിച്ച ആളല്ല. പക്ഷെ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ്, അപ്പൊ അതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് വരണം. നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് സിനിമയിലോ മറ്റോ പാടാൻ കിട്ടിയില്ല, അല്ലെങ്കിൽ അഭിനയിക്കാൻ കിട്ടിയില്ല, വേണ്ട. എത്രയോ താരങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബിലുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള അവരവരുടെ ചാനൽസ് തുടങ്ങിയിട്ട് അവർ എത്രയോ പേരെടുത്ത ആൾക്കാരുണ്ട്. ആ ലെവലിൽ ചിന്തിക്കണം, തിങ്ക് ഡിഫറെൻ്റ്ലി. അപ്പം എന്നും ഈ സക്സസിന്റെ ഒരു ഇക്വേഷൻ പറയുന്നത്, യു ഷുഡ് ബി അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള വഴി നിങ്ങൾ നോക്കുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ജനറേഷന് സക്സസ് 100% ആണ്. അത് പറയുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ തന്നെ ചാനൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. കാരണം ഒരു സക്സസ് തുടങ്ങാനായിട്ട് നിങ്ങൾ ചിന്തിച്ചു, സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിച്ചു.
അതിൻ്റെ ഒരു തുടക്കമായിട്ട് വേണം നിങ്ങളുടെ മൈ ജേർണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കാണാൻ. യു ആർ ഹിയർ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. ഇവിടെ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന അത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും ഞാൻ നേർന്നുകൊണ്ടു. അതുപോലെ തന്നെ സർ, അനേകം ഞങ്ങളെപ്പോലെ തന്നെ അനേകം ആരാധകർ കാത്തിരിക്കുന്ന പോലെ ഇനിയും ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉള്ള നല്ല മികച്ച വേഷങ്ങൾ സാറിന് കിട്ടട്ടെ. ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് സാറിൻ്റെ കരിയർ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് എന്നും എന്നെ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത്. ഇനിയും മുകളിലോട്ടെന്ന് പറയാൻ വേറെ രീതിയിലുള്ളതല്ല, ഇനി ഉയർച്ചയിലോട്ടുള്ള ആ ഒരു ജേർണിയിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. തികച്ചും സന്തോഷം. വളരെ വിലപ്പെട്ടതായിട്ടുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളാണ് സാർ വന്നിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അറിയപ്പെടാൻ കഴിയാഞ്ഞ അല്ലെങ്കിൽ ഇതുവരെ സാറിൻ്റെ മനസ്സിൽ നിന്ന് കിട്ടാത്ത കൂടുതൽ വിഷയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ ഈ ഒരു ഷോയിലൂടെ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ. തിരിച്ചും അതേപോലെ തന്നെ സന്തോഷം. ആൻഡ് ഓൾ ബെസ്റ്റ് വിഷസ്. താങ്ക് യു.